ലോകത്തെ ഏറ്റവും നിബിഡമായ ആമസോൺ മഴക്കാടുകൾ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വനമാണ്. ചെളിക്കുണ്ട് നിറഞ്ഞ ഈ കാടുകൾ മുഴുവനും ആമസോൺ നദിയും അതിന്റെ കൈവഴികളും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ആമസോൺ നദിയിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷപ്പെടുവാനുള്ള സാഹചര്യം വളരെ കുറവാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പറഞ്ഞു കേട്ടിരുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് ആമസോണിനെ കുറിച്ച് അറിഞ്ഞിരുന്ന മലയാളിക്ക് മുന്നിൽ ആമസോൺ എന്താണെന്ന് കാണിച്ചു തന്ന മലയാളി ആണ് സാഹസിക സഞ്ചാരി തിരുവനന്തപുരക്കാരനായ മാഹി. ഫെബ്രുവരി 8-ന് അദ്ദേഹവും 2 സുഹൃത്തുക്കളും ചേർന്ന് ആമസോൺ നദിയിലൂടെ നടത്തിയ യാത്രയിൽ ബോട്ട് കീഴ്മേൽ മറിഞ്ഞ് അപകടം സംഭവിക്കുകയായിരുന്നു. നെതർലാൻഡ് സ്വദേശിയും ഇക്വഡോർ സ്വദേശിയുമാണ് മാഹിനൊപ്പം അപകടം സംഭവിച്ച സുഹൃത്തുക്കൾ. ഇരുവശവും നിബിഡമായ വനമുള്ള മേഖലയിലാണ് ആമസോൺ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നദിയുടെ കുത്തൊഴുക്കിൽ ഇവരുടെ ചെങ്ങാടം പെട്ട് നിയന്ത്രണം വിട്ടു പോവുകയും ചെങ്ങാടം തലകുത്തി മറിഞ്ഞ് അതിലുണ്ടായിരുന്ന 3 പേരും നദിയിലേക്ക് വീഴുകയും ചെയ്തത്. സാമൂഹ്യ മാധ്യമത്തിൽ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന പേരിൽ ചാനലുള്ള സാഹസിക സഞ്ചാരിയാണ് തിരുവനന്തപുരം സ്വദേശിയായ മാഹി. 6 വർഷത്തിലേറെയായി ചുരുങ്ങിയ ചിലവിൽ ലോകം ചുറ്റുന്ന ആളാണ് ഇദ്ദേഹം. ട്രാവൽ സ്റ്റഡീസിൽ ബിരുദം നേടിയ ഇദ്ദേഹം ആദ്യം ഇന്ത്യയിലും തുടർന്ന് ഏഷ്യൻ ഭൂഖണ്ഡത്തിലും യാത്ര ചെയ്തു. ഹിച്ച് ഹൈക്കിംഗ് അഥവാ ലിഫ്റ്റ് അടിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ട്രെൻഡ് ആയിരുന്ന സമയത്ത് അത് വളരെ സക്സസ്ഫുൾ ആയി ചെയ്ത ആളാണ് മാഹി. കരമാർഗമുള്ള ബോർഡർ ക്രോസിംഗും സാധാരണ പൊതുഗതാഗത മാർഗം ഉപയോഗിച്ചുള്ള യാത്രയും ചെയ്യുന്നതിന് പുറമെ ഹിച്ച് ഹൈക്ക് ചെയ്തുള്ള യാത്രയും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. യാത്രയെ പാഷനായി കാണുന്നത് കൊണ്ട് തന്നെ ബിസിനസ് എന്ന നിലയിൽ പ്രൊമോഷൻസ് നേടുവാനും സ്പോൺസർഷിപ്പ് നേടുവാനും മറ്റും ഇദ്ദേഹം ശ്രമിക്കാറില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വഴി ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് യാത്രാ ചെലവുകൾ കണ്ടെത്തുന്നത്. ഇദ്ദേഹം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ താമസ സൗകര്യം കണ്ടെത്തുന്നത് അവിടെ പരിചയപ്പെടുന്ന ആളുകളെ സുഹൃത്തുക്കൾ ആക്കിയെടുത്താണ്. കൂടാതെ കൗച്ച് സർഫിംഗ് ആപ്പിലൂടെ തദ്ദേശീയരുമായി പരിചയപ്പെടും. ഭാഷ അറിയില്ലാത്ത ആളുകളെ പോലും ഏതാനും നിമിഷത്തെ ആശയവിനിമയത്തിലൂടെ സുഹൃത്തുക്കളായി മാറ്റുവാൻ ഉള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. മറ്റുള്ള വ്ളോഗർമാർ വീഡിയോ എടുക്കുന്നതിനും മറ്റു മറ്റ് തദ്ദേശീയരായ ആളുകൾക്കൊക്കെ ടിപ്പ് നൽകുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചു അവരുടെ സേവനം വാങ്ങിയെടുക്കുവാനും മാഹിന് കഴിയുന്നുണ്ട്. നിരവധി ആളുകൾ പോകുവാൻ പേടിക്കുന്ന സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത ഒരു മലയാളി കൂടിയാണ് മാഹി. അതിൽ പ്രധാനമായി പറയേണ്ടത് അഫ്ഗാനിസ്ഥാനിലേക്ക് ഉള്ള യാത്രയാണ്. അമേരിക്കൻ ആധിപത്യത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്ത് അധികം നാളുകൾ കഴിയുന്നതിന് മുൻപ് പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിൽ തന്നെയാണ് മാഹിൻ അഫ്ഗാനിസ്ഥാനിൽ യാത്ര നടത്തുന്നത്. തെരുവുകളിൽ റോന്തിയൂറ്റുന്ന താലിബാൻ സേനയ്ക്കിടയിൽ അവർ കാണാതെ വീഡിയോ ചിത്രീകരിച്ച് നടന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തി മാഹിനൊപ്പം പഠിച്ച ഒരാളാണ് മാഹിനെ അവിടെ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം താലിബാൻ മാഹിനെ അറസ്റ്റ് ചെയ്തു. 4 ദിവസങ്ങളോളം താലിബാന്റെ ജയിലിൽ മാഹിൻ കിടന്നു. എന്നിട്ടും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കരമാർഗം ബോർഡർ ക്രോസ് ചെയ്ത് ഇറാനും ഇറാഖും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. ഇസ്രായേലിലെത്തി മലയാളി പേരുകളുള്ള ജൂതന്മാർക്കൊപ്പം താമസിക്കുകയും അവരുടെ സിനഗോഗുകളിൽ പ്രാർത്ഥനാ സമയത്ത് പോയി ഇരുന്ന് അത് മലയാളികൾക്ക് കാണിച്ചു തരികയും ചെയ്തു. മാഹിന്റെ മറ്റൊരു സാഹസിക സഞ്ചാരം ആഫ്രിക്കയിലൂടെ ഉള്ള യാത്രയാണ്. പലരും സൗത്ത് ആഫ്രിക്കയിലെ സുഖകരമായ വിനോദസഞ്ചാരവും നബീബിയിലെ മരുഭൂമിയും ബോട്സ്വാനിയിലെ ഓറഞ്ച് തോട്ടവും മാത്രം ചിത്രീകരിച്ച് കാണിച്ചപ്പോൾ ആഫ്രിക്കയുടെ ആത്മാവിനെ തുറന്നു കാണിച്ച സഞ്ചാരിയാണ് മാഹി. കരമാർഗം ആഫ്രിക്ക മുഴുവൻ സഞ്ചരിച്ച് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യവും അവരുടെ ഭക്ഷണ രീതിയും അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ദുർഘട ജീവിതവും ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും അഴിമതിയുമെല്ലാം അത് അനുഭവിച്ചു തന്നെ തുറന്നു കാണിച്ചു. കെന്നി പോലുള്ള രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്നതിനിടയിൽ സഞ്ചരിച്ചു. യാത്രയിൽ കണ്ടുമുട്ടുന്ന ആളുകൾ ഇതുവഴി പോകുവാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് അതുവഴി തന്നെ വഴി കണ്ടെത്തി പോകുന്നയാളാണ് മാഹി. കൈക്കൂലി വാങ്ങുന്ന സ്ഥലത്ത് ഒരു ചില്ലിക്കാശ് കൈക്കൂലി നൽകാതെ കാര്യം നേടാനും ഇദ്ദേഹം പരിശ്രമിക്കും. ആഫ്രിക്കയുടെ ദക്ഷിണ ഭാഗം മാത്രമല്ല കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും ഒരുപോലെ മാഹിൻ എക്സ്പ്ലോർ ചെയ്തു. കിഴക്ക് ഭാഗത്ത് ഭയപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് സൊമാലിയ. ഈ രാജ്യത്തും ദിവസങ്ങൾ ചെലവഴിക്കുകയും ഈ രാജ്യങ്ങളിലെ ഏറ്റവും ദുർഘടമായ ഗുഡ്സ് വാഗണിൽ ഇരുന്ന് യാത്ര ചെയ്യുവാൻ ഇദ്ദേഹം താല്പര്യം കാണിച്ചു. ഓരോ രാജ്യത്തും അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവിക്കുവാനാണ് ഇദ്ദേഹം പരിശ്രമിക്കാറുള്ളത്. സഹാറ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയുടെ വടക്കു ഭാഗത്തെ രാജ്യങ്ങളിലും ഇദ്ദേഹം യാത്ര നടത്തി. ആഫ്രിക്കയിലെ ജനങ്ങളുടെ ക്യാമറയോടുള്ള എതിർപ്പും ആഫ്രിക്കൻ യാത്രയുടെ വലിയ ചിലവും ആ സമയത്ത് വീഡിയോകളിൽ കിട്ടുന്ന കുറഞ്ഞ വ്യൂവർഷിപ്പും കാരണവും ആഫ്രിക്കൻ യാത്ര അവസാന ഘട്ടത്തിൽ വേഗം തീർക്കേണ്ടതായി ഇദ്ദേഹത്തിന് വന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും ഷെങ്കൻ രാജ്യങ്ങളിലുമെല്ലാം നിരവധി സുഹൃത്തുക്കൾ മാഹിനുണ്ട്. ലോകമെമ്പാടും ഇപ്പോൾ ഇദ്ദേഹം സഞ്ചരിക്കുന്നത് ആ സുഹൃത്തുക്കളുടെ വീടുകളിലേക്കാണ്. US വിസ എടുത്ത ശേഷമാണ് മാഹിൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് യാത്ര തുടങ്ങിയത്. അമേരിക്കയിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ അനധികൃതമായി കടന്നെത്തുന്ന വഴിയിലൂടെ യാത്ര ചെയ്ത് അത് അനുഭവിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. നിലവിൽ അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റം കുറഞ്ഞ സാഹചര്യത്തിൽ
അമേരിക്കയിൽ നിന്ന് ആ പാത വഴി തിരികെ മാഹിൻ യാത്ര ചെയ്തത്. അതിനായി അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലെത്തി. മെക്സിക്കോയിൽ നിന്ന് ഗോട്ടിമാല, എൽ സാവദോർ, നിക്കാർഗുവെ, കോസ്റ്റാറിക്ക, പനാമ എന്നീ രാജ്യങ്ങൾ ലാൻഡ് ബോർഡറുകൾ കടന്ന് കരമാർഗം സഞ്ചരിച്ചു. തുടർന്ന് കരമാർഗം സഞ്ചരിക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഡാറിയൻ കടന്ന് കൊളംബിയയിൽ എത്തി. ദീർഘദിവസങ്ങൾ പലയിടത്തും കാത്തു കിട്ടുന്നതിന് ശേഷമാണ് യാത്രയ്ക്കുള്ള ബോട്ടുകൾ ലഭിച്ചിരുന്നത്. മാഹിൻ സഞ്ചരിക്കേണ്ട ബോട്ട് അപകടത്തിൽപ്പെട്ട് 3 പേർ മരിക്കുകയും ചെയ്തിരുന്നു. ഈ സഞ്ചാരത്തിനിടയിൽ അമേരിക്കയിലേക്ക് സഞ്ചരിക്കുന്ന അഭയാർത്ഥികൾ പാർക്കുന്ന ഷെൽട്ടർ ഹോമുകൾ ആണ് രാത്രി സമയം താമസിക്കുവാനായി മാഹിൻ തിരഞ്ഞെടുത്തത്. കൊളംബിയയിൽ നിന്ന് ആമസോൺ കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇക്വിറ്റോസ് എന്ന പട്ടണത്തിലേക്ക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബോട്ട് യാത്രയിലൂടെ ഇദ്ദേഹം എത്തി. ഇതിനിടയിൽ ബോട്ട് നിർത്തുന്ന ഇടങ്ങളിലുള്ള ചെറിയ ഗ്രാമങ്ങളിൽ ഇറങ്ങുന്നതിനിടയിൽ ഒരിടത്ത് വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു ക്യാമറ കളവ് പോയിരുന്നു. ഇക്വിറ്റോസിൽ നിന്ന് ഇക്വഡോറിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു അതിർത്തി ഗ്രാമത്തിലെത്തുകയും അവിടെ കണ്ടുമുട്ടിയ നെതർലൻഡ് സ്വദേശിയും ഇക്വഡോർ സ്വദേശിയുമായി ഒരു ചെങ്ങാടം പണിത് ആമസോൺ നദിയിലൂടെ സഞ്ചരിച്ച് ഇക്വഡോറിൽ എത്തുന്ന ആശയത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്തു. ഇവർ ആയിരുന്ന ആ ഗ്രാമത്തിൽ നിന്ന് 4 അല്ലെങ്കിൽ 6 ദിവസത്തെ ചെങ്ങാടത്തിൽ ഉള്ള വഴിദൂരമാണ് പ്രതീക്ഷിച്ചത്. ഇതിനായി ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ സഹായത്താൽ മരം മുറിച്ച് കഷ്ണങ്ങളാക്കി ചെങ്ങാടം ഉണ്ടാക്കി. യാത്രയ്ക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് യാത്ര തുടങ്ങി. യാത്ര തുടങ്ങിയത് മുതൽ മണൽ തിട്ടകളിൽ ഇടിച്ചും ശക്തമായ ഒഴുക്കിൽ അകപ്പെട്ടും യാത്ര ദുർഘടമായിരുന്നു. ആദ്യ ദിവസം കാടിനുള്ളിലുള്ള ഏതാനും വീടുകൾ മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തപ്പെട്ടു. അവിടെ രാത്രിയിൽ ആ വീട്ടുകാരനുമായി ആമസോൺ കാടിനുള്ളിൽ വേട്ടയ്ക്ക് പോയ മാഹിൻ പിറ്റേ ദിവസം അവിടെ ചിലവഴിച്ച ശേഷമാണ് ചെങ്ങാടത്തിൽ യാത്ര സുഹൃത്തുക്കളോടൊപ്പം ആരംഭിച്ചത്. എന്നാൽ ആ യാത്രയിൽ ചെങ്ങാടം കുത്തൊഴുക്കിൽ അകപ്പെട്ട് കടപുഴകിയ ഒരു മരത്തിൽ ചെന്ന് ഇടിച്ച് കീഴ്മേൽ മറിഞ്ഞു. വെള്ളത്തിലേക്ക് മറഞ്ഞുപോയ ഇവരിൽ മാഹിൻ ഉയർന്നു വന്ന് മരത്തിന് മുകളിൽ വലിഞ്ഞു കയറി. എന്നാൽ ചെങ്ങാടം വീണ്ടും കുത്തൊഴുക്കിനൊപ്പം നീങ്ങി. മറ്റു 2 പേർ ചെങ്ങാടത്തിന്റെ തടിയിൽ തന്നെ കയറി പറ്റി. അങ്ങനെ ആ ചെങ്ങാടം ഒഴുക്കിനൊപ്പം നീങ്ങി കാണാമയറയത്ത് ആയി. കുറച്ചുനേരം ഏകാന്തനായി നിന്ന മാഹിൻ ആമസോൺ നദി നീന്തി കടന്ന് കാടിനുള്ളിലേക്ക് എത്തി. ചെങ്ങാടം പോയ വഴിയെ മുന്നോട്ട് നടന്നു. അതിനിടയിൽ കണ്ട വാഴക്കുലയിൽ നിന്ന് പഴങ്ങൾ അടർത്തിയെടുത്ത് കയ്യിൽ കരുതി. മുൻപോട്ട് പോയ സുഹൃത്തുക്കൾ കരയിൽ പ്രവേശിച്ചു കാണുമെന്നുള്ള പ്രതീക്ഷയിൽ അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി നിലവിളിച്ചുകൊണ്ട് നടന്നു. എന്നാൽ ഇതിനിടയിൽ ഒരു ചതുപ്പിൽ വീണ ഇദ്ദേഹം അരയോളം താണുപോയി. മുന്നോട്ട് നീങ്ങിപ്പോയ ചെങ്ങാടം വഞ്ചിയിൽ സഞ്ചരിച്ചു വന്ന തദ്ദേശീയർ കാണുകയും അവരെ രക്ഷപ്പെടുത്തി കാടിനുള്ളിൽ ഒറ്റതിരിഞ്ഞിരിക്കുന്ന ഒരു വീട്ടിൽ എത്തിക്കുകയും ചെയ്തു. ഇവർ തന്നെ മാഹിനെ കണ്ടെത്തുവാനായി എത്തി ശബ്ദം കേട്ട് സ്ഥലം മനസ്സിലാക്കി അവിടെ നിന്ന് ഇദ്ദേഹത്തെയും രക്ഷിച്ചു. കയ്യിലുണ്ടായിരുന്ന ഫോണും ക്യാമറയും മറ്റ് സാധനങ്ങളുമെല്ലാം നദിയിൽ നഷ്ടപ്പെട്ടുവെങ്കിലും കേടുപാടോടുകൂടെ പാസ്പോർട്ട് മാഹിന് തിരികെ ലഭിച്ചു. ഇപ്പോൾ പെറുവിന്റെ തലസ്ഥാനമായ ലിമയിലാണ് മാഹിൻ ഉള്ളത്. പുതിയ പാസ്പോർട്ട് ലഭിച്ച ശേഷം യാത്ര തുടരാനാണ് മാഹിന്റെ ലക്ഷ്യം. മാഹിൻ ചിത്രീകരിച്ച് കാണിച്ച ആമസോൺ കാടുകളുടെ കാഴ്ചയിൽ നിന്ന് ഇടവിട്ട് ഗ്രാമങ്ങളും കമ്മ്യൂണിറ്റികളും ആമസോൺ നദിയോടും അതിന്റെ കൈവഴികളിലോടും ചേർന്ന് ഉണ്ട്. ഈ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധാരാളം സ്ലോ ബോട്ട്, ഫാസ്റ്റ് ബോട്ട് സർവീസുകളുമുണ്ട്. വീഡിയോ ചിത്രീകരണത്തെക്കാൾ കൂടുതൽ യാത്രയെ അനുഭവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് മാഹിൻ. അതുകൊണ്ട് തന്നെ മാഹിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ യാത്രയുടെ ഒരു പങ്ക് വിവരങ്ങൾ മാത്രമേ ലഭിക്കാറുള്ളൂ. ആമസോണിലൂടെയുള്ള യാത്ര ഒരു ഡോക്യുമെന്ററി പോലെ അവതരിപ്പിക്കാനാണ് മാഹിൻ ഉദ്ദേശിച്ചത്. എന്നാൽ അപകടം സംഭവിച്ച് ക്യാമറയും ഫോണും നഷ്ടപ്പെട്ടു. അപകടത്തിന് ശേഷമുള്ള കാര്യങ്ങളുടെ ദൃശ്യങ്ങളൊന്നും അതുകൊണ്ട് ലഭ്യമല്ല. ഹിച്ച് ഹൈക്കിംഗ് നൊവാഡ് എന്ന മാഹിന്റെ യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. ഇതുവരെ ആ ചാനൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക.